നമുക്ക് എല്ലാവരും ഒരുമിച്ച് കഴിക്കില്ല. ആരൊക്കെ വിശപ്പുണ്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കാം കഴിക്കാം. വരുമ്പോ എന്താ വേന പുണ്ണിച്ചക്ക ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും. പുണ്ണിച്ചി good morning, say good morning. Good morning everyone. Where are you going? I'm going to school. അപ്പോൾ ഞാൻ പുനസ് എണീച്ച് പുനസൊക്കെ സ്കൂളിൽ പോകണം. പുനസ് റെഡി ആവുന്നുണ്ട്, എൽസിക്കുട്ടി റെഡി ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പുനച്ചൊക്കെ ഇച്ചിരി ജലദോഷമുണ്ട് അല്ലേപ്പാ. എൻ്റെ വയ്യ, എൻ്റെ വാവ വന്നോ? ആ ചുണ്ടിരിക്ക വാവ വന്നോ? ചുണ്ടിരിക്ക എന്താച്ചോ? നോശില്ല ഉണ്ടോ? പുണ്ണിച്ചൊക്കെ ചെറുതായിട്ട് പനി, പിന്നെ ചെറുതായിട്ട് ജലദോഷം വന്നിട്ടുണ്ട്. ഐസ്ക്രീം തിന്നാലും ചിലപ്പോൾ ഐസ്ക്രീം തിന്നിട്ട് കാരണമുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ സ്കൂളിൽ വിടണുണ്ടാവും. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശ. അപ്പോൾ ഇന്ന് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ ലാസ്റ്റിൽ തേങ്ങ ഇട്ടിട്ട് നമുക്ക് മിക്സറിൽ ഫസ്റ്റ് ഇത് ഒലത്തിന് കുറച്ച് ഓയിൽ ഒലത്തിനും. അത് കഴിഞ്ഞിട്ട് മിക്സിൽ ഗ്രൈൻഡ് ചെയ്ത് വീണ്ടും നമുക്ക് ഉള്ളി, ചുമന്നുള്ളി, പിന്നെ കറിവേപ്പില, അങ്ങനെ കടുക് ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ പുനച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് 10 മണിക്ക് വേണ്ടി ദോശ. പിന്നെ ഇതിൽ ചോറും ഇടുന്നു. ലഞ്ച് കറി പെരുപ്പ് കറി ഇട്ടിട്ടുണ്ട്. പെരുപ്പ് കറി പിന്നെ ഇതിൽ ഉരുളക്കിഴൻ. പിന്നെ 10 മണിക്ക് ആപ്പിൾ. പുനച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. അപ്പോൾ ഇത് ചോറ് ഇടണം. വേഗം ബോക്സിൽ ചോറ് ഇടാം, ലഞ്ച് ബോക്സിൽ. പുനച്ചൊക്കെ റൈസ് വെള്ളപ്പഴം ഞാൻ മട്ട റൈസ് വലുത റൈസും വിടും. വെള്ളപ്പഴം ബിരിയാണി റൈസും സംടൈം ബിരിയാണി റൈസും കൊടുത്ത് വിടും. സംടൈം മട്ട അരി ചോറും കൊടുത്ത് വിടും. ചിന്തരി റെഡി ആയി കഴിഞ്ഞിട്ടില്ല. ബെസ്റ്റ് ഫ്രണ്ട് അജല്യ ശാമയ്യ. ഓക്കേ, പുനച്ചൊക്കെ തൊണ്ടം പ്രശ്നമായോ? അയ്യോ, ശ്യാമന വരും ട്ടോ. പറഞ്ഞേ ശ്യാമനെ എൻ്റെ വീട്ടിൽ വരണട്ടോ. പുനസ് ത്രോട്ട് പെയിനിങ് ഉണ്ടോ? ഇങ്ങ തൊണ്ട വേദന ഉണ്ടോ? ഇല്ലല്ലോ. ശരി. പെരുപ്പ് കറിയോ? പെരുപ്പ് അത് ഉരുളക്കിഴൻ ഫ്രൈ. പൊട്ടിട്ട് ഇച്ചിരി കഴിക്കും. ഫ്രണ്ട്സ് കിட்ட ഇച്ചിരി കഴിച്ചോട്ടാ. കൊറേ വേണ്ട, 2-3 പീസ്. ഓക്കെ, അതെ. ഇച്ചിരി കഴിക്കുന്നു. ഈ കുട്ടിക്ക് പച്ചക്കറി ഒന്നും ഇഷ്ടമില്ല. പൊട്ടിട്ട് മാത്രം മതി. പൊട്ടിട്ട് പൊട്ടിട്ട് ഇഷ്ട. Google kayo rumah kuku deh. Aku si Jama ke rumah kuku kecil. Anjami. Bye pada ni. Bye. Amanya sama aku rumah kuku. Lah, bye. Ingat deh, bye pada ni po. Bye. Ni sekolah po neto pada. Samari സ്കൂളിൽ വരാനാട്ടാ. സമരി ആടെല്ലാം സ്കൂളിൽ വരും കേട്ടോ. വരുമ്പോ എന്താ വേന പുണ്ണിച്ചക്ക? ഇങ്ങനെ
അതിന്റെ അമ്മേ ഓൾറെഡി പുനസൊക്കെ കോൾഡ് പനി തൊണ്ടവേദന ഉണ്ടോ? ശരി കേട്ടോ, ബൈ. അപ്പൊ അതെ ഇന്നലെ ചെടി മേടിച്ചിട്ടുണ്ടോ വീണ്ടും? നല്ല ചെടി കേട്ടോ അമ്മ. ഞാൻ ഇന്നലെ പോയി വീണ്ടും കുറച്ച് ചെടി മേടിച്ചിട്ട് ഈ പ്ലാന്റ്, പിന്നെ റോസാപ്പൂ, പിന്നെ കുറച്ച് റോസാപ്പൂ മേടിച്ചിട്ടുണ്ട്. അതെ കുറച്ച് റോസാപ്പൂ, പിന്നെ കുറച്ച് ഞാൻ പച്ചക്കറിക്ക് തൈ മേടിച്ചിട്ടുണ്ട്. തക്കാളി, വെണ്ടക്കായ്, പച്ചമുളക്. വീണ്ടും സോയിക്കുട്ടിക്ക് പച്ചക്കറി നടണം, വരോ ഇല്ല അറിയില്ല. കുറേ ദിവസമായി ഇട്ടിട്ടില്ല, ഇടണം. അപ്പോൾ അതെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ട്, ദോശ ചമ്മന്തി. നമുക്ക് ചമ്മന്തിക്ക് വേണ്ടി കുറച്ച് ഇത് ഇടണം കേട്ടോ. എന്താ പറയും, മുളക് പൊടി, പിന്നെ ഉപ്പ് അത്ര ഇടണം. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് വേവിക്കണം. വേവിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചൂറാറിയിട്ട് നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ കടുക് ഇട്ട് ഇടണം. ലാസ്റ്റിലെ കടുക് ഇടണം. അത്രയേ ഉണ്ടോ. അപ്പോൾ സൈഡിൽ ചായ ഉണ്ടാക്കണം. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷം? ഇന്നിപ്പോ ഞാനുള്ളതുകൊണ്ട് ഞാൻ പോവാത്തോണ്ടേ പണി പതുക്കെ എടുക്കണ ഒരു ഇത്. ഇന്ന് എനിക്ക് അവിടെ ഒന്ന് പോകണം. അല്ലെങ്കിൽ രാവിലെ എപ്പിടി പണി എടുത്തിട്ട് പോകാൻ നോക്കും. ഇപ്പൊ വയ്യാത്തോണ്ട് ശരിക്കും എനിക്ക് വയ്യായി ഉണ്ട് താനും. ബാക്കൊക്കെ ഭയങ്കര വന്നപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ പോണത് ശരിയാവില്ല. അല്ലെങ്കിൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാലേ ജോലിക്ക് പോകണ്ടേ. ശരിയാമ്മ കുറച്ച് ദിവസമായി നല്ല നടുവേദന ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും കാണിക്കണേ അല്ലേ? ലാസ്റ്റ് ടൈം കാണിച്ച അതെന്താ? അത് മരുന്ന് തന്നു. പിന്നെ നമുക്ക് മരുന്ന് മെഡിസിൻ കിട്ടിയില്ലല്ലോ. അത് മെഡിസിൻ കിട്ടൂലല്ലോ. ഞാൻ ഓപ്പല പോയി നോക്കി വെച്ച് കിട്ടില്ല. ദോശ ഇത് നമുക്ക് ചൂടാറിയിട്ട് പിന്നെ ഇത് നന്നായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ കടുക് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. മോളിക്കുട്ടി ഓയ് മോളിക്കുട്ടി അപ്പോ പറയുന്നു പാവ അന്നെ വീട് വേണ്ട സമയത്ത് ഒട്ടകായി. മോളിക്കുട്ടിയും വർത്തനമില്ല, ഒന്നുമില്ല. ദോശ ചമ്മന്തി. നല്ല ഷർട്ട് ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. ഞാൻ കഴിച്ചു കഴിഞ്ഞോ. ഓർത്തത് നമുക്ക് എൻസിക്കുട്ടിക്ക് വേണ്ടി ദിവസം ഉണ്ടാക്കുന്നുണ്ട്. ദശ ഇങ്ങ നമുക്ക് വീട്ടിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കഴിക്കില്ല. ആരൊക്കെ വിശപ്പുണ്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കാം കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും പല പല ടൈമിങ് കൊണ്ടോ കഴിക്കുന്നു. ഞാൻ ഇന്ന് വേഗം കഴിച്ച. എനിക്ക് ശരിക്കും രാത്രി കഴിച്ചില്ല. അപ്പോൾ എനിക്ക് രാത്രി വിശപ്പുണ്ടായിരുന്നു, പക്ഷെ മടി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിച്ച. സിജിയമ്മ ഞാൻ കഴിച്ച. സിജിയമ്മ ഫസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ അമ്മ പോവും. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച്. ഇപ്പം ആൻസി കഴിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് അപ്പുകുട്ടാട്ടോ. നമുക്കെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അപ്പുകുട്ടാക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പുകുട്ട എനിക്കും കുളിക്കും. അത് കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ വരും. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത അൻസിക്കുട്ടിയുണ്ട്. ആംസുക്കുട്ടി. അപ്പോൾ ഞാനിത് ഞങ്ങൾക്ക് മേലെ പച്ചക്കറി നടണമുണ്ട്. അപ്പോൾ പോയി പച്ചക്കറി നട്ടിട്ട് ചട്ടിക്ക് അടിയിൽ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ മതലൊക്കെ വെള്ളം വരണം, ചീത്ത ആവുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാ ഞാൻ തക്കാളി മുളക് പച്ചക്കറി നട്ടാ കേട്ടോ. പൂച്ച വരില്ലേ, പൂച്ച വരും. ഇപ്പോൾ മണ്ണ് മാറ്റിയിട്ട് ഒക്കെ പൂച്ച കയറും. അതിന് വേണ്ടി ഞാൻ നെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, എല്ലാ നെറ്റും. അപ്പോൾ നമുക്ക് വേഗം 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 പച്ചക്കറി നട്ടി കൊടുക്കാം. ഉണ്ടോ ഇതിലൊക്കെ പച്ചക്കറി നട്ടി വെക്കാം. അപ്പോൾ ഇത് മേലത്തൊക്കെ പച്ചക്കറി നടുന്ന കഴിഞ്ഞോ. അടുത്ത നമുക്ക് ചെടിയിൽ വെള്ളം ഇടാം കേട്ടോ. ഇങ്ങനത്തെ വെള്ളം 20 ഒക്കെ ഇതേ ബോഗൺവില്ലയിൽ ഇടാം. അപ്പോൾ വെയിൽ വരുമ്പോൾ നന്നായിട്ട് പൂക്കൾ വരും. അപ്പോൾ ഇതൊക്കെ ചെടിയിൽ വെള്ളമിട്ട് കഴിഞ്ഞോ, പച്ചക്കറി നട്ടോ. പിന്നെ ഇതുണ്ട് കേട്ടോ, നമുക്ക് ചെടി ഇന്നലെ മേടിച്ചായിരുന്നു. ഈ ചെടി വേറെ ഇതിൽ മാറ്റണം, ചട്ടിയിൽ മാറ്റണം. പക്ഷേ ഇപ്പോൾ മാറ്റില്ല. ആഹാ എന്താ നല്ല ബ്യൂട്ടിഫുൾ കളർ. ഇന്നലെ ഇത് ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ചിരിയമ്മക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്താ പ്രശ്നം, നമുക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് സമയത്ത് നിൽക്കും, അത് കഴിഞ്ഞിട്ട് പോവും. അത് എന്താണ് അറിയില്ല. അപ്പോൾ ഈ ചെടിയൊക്കെ നമുക്ക് വേറെ പോട്ടിൽ മാറ്റണം. പക്ഷേ 3-4 ഡേയ്സ് കഴിഞ്ഞിട്ട് മാറ്റാം. പിന്നെ മേലത്തൊക്കെ പച്ചക്കറി നടുന്നൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ചെടിയിൽ വെള്ളം ഇടണുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞു. നഖമൊക്കെ ചെളിയായി. ഗ്ലോബ്സ് ഇടുന്ന ഇഷ്ടമില്ല. അപ്പോൾ ഇത് ഒക്കെ ആ ചെടി കഴിഞ്ഞു. പിന്നെ കുറച്ച് ഇത് ചെടി ഉണ്ടല്ലോ, ഈ ചെടിക്ക് വേറെ പോട്ടിൽ മാറ്റണം. ഇതൊക്കെ ചെടി പോട്ടിൽ മാറ്റണം, പിന്നെ മാറ്റാം. അപ്പോൾ ബാക്കി കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ കുക്കിംഗ് ചെയ്യണം. മദർ ഓ മൈ മദർ, ഗുഡ് മോർണിംഗ് പറഞ്ഞു കൊടുത്തേ അമ്മേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ നേരെ ഉച്ചയായി. അതെ എൻ്റെ ഒക്കെ പനി കഴിഞ്ഞു, പുറത്തൊക്കെ പനി കഴിഞ്ഞു, അകത്തെ പനിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതെ അമ്മ ഇന്ന് ഇത് കൊഴുവ മീൻ കറി ഉണ്ടാക്കും ഇച്ചിരി. പിന്നെ കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ വേറെ പച്ചക്കറി എന്താ വെക്കണോ? ബീറ്റ്റൂട്ട് ഉണ്ട്. അത് ബീറ്റ്റൂട്ട് ഉണ്ടാക്കാം. എന്താ നോക്കണേ അമ്മേ? ദോശക്ക് മാവ് കൂടുതലുണ്ടോ? ഉണ്ടായിരുന്നു. പുളിമാവ് ഇല്ല. അയ്യോ ഞാൻ ഇന്ന് ആണ്ടിക്ക് ചോദിച്ചിട്ട് മാങ്ങ മീന് വെക്കാനോ അല്ലേ? മാങ്ങയും മയില് നാളെ വെക്കാം. മാങ്ങ മയില അതിന്റെ വെട്ടില്ലേ? ആ അപ്പൊ നാളെ മാങ്ങ മയിലിട്ട് വെക്കാം. തേങ്ങ എടുത്ത് വെക്കാം. നാളെ നമുക്ക് ഉണ്ടാവില്ല. അമ്മ വെച്ചോ? നാളെ അപ്പൊ നാളെ വെക്കണ്ടോ? നാളെ ഉണ്ടാവില്ലേ? എവിടെ ഒന്ന് വെച്ച് അച്ഛന വൈകുന്നേരം. അപ്പൊ അവിടെ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. മടിയായി പോയി. ഇപ്പൊ മടി ഉണ്ടിട്ട് ഈ പെണ്ണക്ക് മടി പിടിച്ച് ഇട്ട ഇടണ്ട. മടി പിടിച്ച് ഇട്ടാ പോവില്ല. മടി ഉണ്ടായില്ല പോകാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മടി തുറന്ന് പഠിക്കാൻ അതേ വന്നു കൊടുക്കുമ്പോ മതി.
പോയാൽ പിന്നെ അവർക്കത് തരാവോ? അടിക്കടിക്ക് ലീവ് കിട്ടൂലേ, ശനിയാഴ്ച ഞായറാഴ്ച ലീവ്. അപ്പൊ മടി തോന്നും പിന്നെ നാളെ എനിക്ക് ഇതല്ലേ, അപ്പൊ നാളെ മടിയായിരിക്കും. അപ്പൊ എനിക്ക് ഓണല്ലേ 10 ദിവസം വീട്ടിൽ ഇരുന്നിട്ട് മടി പിടിക്കും. ഈ പിന്നെ 10 ദിവസം ചെമ്പുള്ളൂ. കഴിഞ്ഞിട്ട് 10 ദിവസം ഓണത്തിന് ലീവല്ലേ. ഒരു സൈഡില് ചായ, ഒരു സൈഡില് മീന്. ഭയങ്കര മടിയായിരിക്കും. മടി വരും. നിന്റെ മോക്ക് മടിയാണ് സ്കൂളിൽ പോകാൻ. ഒരു ദിവസം അങ്ങനെയാണല്ലോ. എന്റെ മോള് പിന്നെ ചാകര പോലെയാവും. നിന്നെ പോലെ മടിയാവും. മടിയാവണം. പഠിച്ചു. അയ്യോ, നമ്മൾ പഠിക്കുമ്പോൾ സൗകര്യം എടുത്തു കൊടുക്കാം. വേണമെങ്കിൽ അത് പിടിച്ചു. ഇപ്പൊ അതിനങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ. ചെറുപ്പത്തിലെ കഴിയണം ചിന്തിക്കണമെങ്കിൽ എനിക്ക് പഠിക്കണം. ഇപ്പൊ അതിന്റെ പേരെ മടി പിടിച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ല യാത്ര പോകാനോ. ചെറുപ്പത്തിലെ നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുവരും. ചെറുപ്പത്തിലെ മടി ഇല്ലാതെ പിള്ളേരെ കൊണ്ടുപോകണം. ചെറുപ്പത്തിലെ മടി പിടിച്ചാലുണ്ടായി. അമ്മ പോക വീട് മൊത്തം കത്തിക്കോ? കുറച്ചുകൂടി ഞാൻ കത്തിക്കോട്ടെ. നല്ല വീട് പണിയാണ്. വേണ്ടല്ലോ, ഈ വീടല്ല നല്ലത്. ഇത് നല്ല വീട്. കാര്യമൊക്കെ പറഞ്ഞ കുഞ്ഞു വീടാ നല്ലത്. കുഞ്ഞുകൂടെ നല്ലത്. അടിക്കാൻ തൂക്കാനും വരണം. അമ്മയുടെ വീടൊക്കെ ആണെങ്കില ഭയങ്കര പാടല്ലേ. ദിവസം തൂത്ത് അടിച്ച് വാരി. ഒരിക്കലും 2 നില വീട് പണിയരുത്. അത് സത്യം. 2 നില വീട് ചോദിച്ചാൽ താഴെ അല്ലാതെ ഉള്ളപ്പോ കാണാൻ പറ്റും. അല്ലെങ്കിൽ പകുതി ഒരു മോളിൽ കഴിയുമ്പോ ആ ഒരു സുഖം ഉണ്ടാവില്ല. മോര് മേടിച്ചിട്ട് മോര് കറി ഉണ്ടാക്കിന് പറ്റില്ലല്ലോ. അത് അന്നെ മേടിച്ചായിരുന്നോ? അപ്പൊ നമുക്ക് വീട്ടിലെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. മോര് കുടിച്ചിട്ടുണ്ടാവും. അതെ, കേരള മീനുണ്ടല്ലോ, അത് ഫ്രീസില് കഴിച്ചില്ലല്ലോ. വറക്കുന്നില്ലെന്നാ വറക്കാൻ കുറച്ച് മതി. വറക്കാൻ കുറച്ച് മതി. പിന്നെ എല്ലാരും തിന്നു. എന്നാ അമ്മേ, तपाईँलाई धेरै धेरै माया गर्छु. धेरै धेरै മോത്തപ്പര കര കര. പിന്നെ എന്തുവാ? धेरै धेरै माया गर्छु. ഇവിടെ ഇപ്പൊ എന്നെ കൊണ്ട് ഹിന്ദി പഠിപ്പിക്കില്ല. ഹിന്ദിയിലോ നേപ്പാളി? നേപ്പാളി പോർന്ന तपाईँलाई धेरै धेरै माया गर्छु മീൻസ് ഞാൻ എന്താ പറയും മലയാളത്തില്? ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്ക് അമ്മക്ക് ഭയങ്കര ഇഷ്ട. ഐ ലവ് യു. മായ गर्छु. ഇന്ന് ഞാൻ നേപ്പാളി പഠിച്ചു തരാട്ടോ. മലയാളം പഠിച്ചത് മതി. ഇന്ന് നേപ്പാളി മാത്രം. അപ്പോൾ ഇത് മീനും വെന്തോ. ഇന്ന് ഉച്ചത്തേക്ക് മീൻ കറി, പിന്നെ ഇത് ഫ്രൈ ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ഡേ. എവിടേക്ക് പോണേ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു കേട്ടോ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുന്നു മറക്കല്ലേ. ബൈ ബൈ. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. ബൈ.